ഹായ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവിഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, സോഷ്യലിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. LDCൻ്റെ സിലബസ് എടുത്ത് നോക്കി അറിയാം നമുക്ക് എന്താണ് അതിൽ വിപ്ലവങ്ങളെക്കുറിച്ച്. അമേരിക്കൻ വിപ്ലവം, ഇംഗ്ലീഷ് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം ഒക്കെ സിലബസിലുള്ളത് തന്നെയാണ്. അതിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഈ ചാപ്റ്റർ അവോയ്ഡ് ചെയ്താൽ നമുക്ക് അതിൽ ആ മാർക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെടും. അപ്പം ആ ഒരു കൃത്യതയോടുകൂടി തന്നെ എന്താണ് ഈ ചാപ്റ്റർ നോക്കുക. ഓക്കെ, നമ്മൾ സാധാരണ നമ്മൾ ഗൈഡ് ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. എന്നാൽ അതുമായി അതില്ലാത്ത കുറേ കാര്യങ്ങൾ എന്താണ് ഇതിലുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നോക്കൂ, ഇതിൽ ആദ്യത്തെ പേജിൽ തന്നെ ഒരു ചോദ്യം നമുക്ക് സാധാരണ അറിയുന്ന ഒരു കാര്യമാണ്. നോക്കൂ, അതായത് നമ്മൾ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നത് ആരുടെ വരികളാണ് എന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇപ്പം നമ്മൾ പള്ളിക്കൂടം പോലെയുള്ള ഗൈഡ് ബുക്കിൽ കാണാൻ പറ്റും. ആരുടെയാണത്? അത് കുമാരനാശാൻ്റെയാണ് ആണല്ലോ. ഇനി അത് അദ്ദേഹത്തിൻ്റെ കുമാരനാശാൻ്റെ ഏത് കൃതിയിൽ നിന്ന് അല്ലെങ്കിൽ ഏത് കവിതയിലെ വരികളാണ് എന്നൊരു ഡീറ്റെയിൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ കൊടുത്തേക്കുന്നതാണ് കുമാരനാശാൻ്റെ ഒരു ഉത്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് ചിത്രത്തിൽ കാണുന്നത്. ഇനി ഇത് എവിടത്തെ ഫലകമാണ് നോക്കിയേ, കുമാരാശൻ സ്മാരകം കായിക്കര. അപ്പോൾ 2-3 പോയിന്റുകൾ കണക്ഷനായിട്ട് ഇവിടെ തന്നെ കിട്ടിയില്ലേ. അപ്പം ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതേപോലെ ഒരുപാട് ഫാക്റ്റുകൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമ്പോർട്ടൻസോടു കൂടി ഈ ചാപ്റ്ററിനെ കാണുക. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി, തീർച്ചയായിട്ടും ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നോക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ പേജാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യം ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സിലബസിലുള്ള ഏതൊക്കെയായിരുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമുക്ക് പഠിക്കാനുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെന്തുണ്ട്, നമുക്ക് ഫ്രഞ്ച് വിപ്ലവം, അതുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കാനുണ്ട്. അതേപോലെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതാണ് സിലബസിൽ കൊടുത്ത 4 കാര്യം. ഓക്കെ ആണല്ലോ. ഇനി അത് എന്തിനാണ് എന്ന കാര്യമൊന്ന് നോക്കി. എന്തിനാണ് ഈ വിപ്ലവങ്ങൾ നടന്നതെന്ന് നോക്കൂ. ഏതാണ് ആദ്യത്തേതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. എന്തിനാണ് നടന്നത്? ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചയ്ക്കെതിരായിട്ട് നടന്നതാണ് ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഏറ്റവും ബ്രീഫായിട്ട് മനസ്സിലാക്കിയിട്ടങ്ങ് പോയാൽ പെട്ടെന്ന് എളുപ്പമാവും. അപ്പോൾ ഒരാൾ ചോദിക്കുവാണെങ്കിൽ എന്തിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? അതായത് ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചകൾക്കെതിരായിട്ടാണ് എന്ത് നടന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. അടുത്ത് നോക്കിയാൽ ഫ്രഞ്ച് വിപ്ലവം എന്തിനാണ് നടന്നത്? അതായത് സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരായി അല്ലേ, ഫ്രഞ്ച് രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരായിട്ട് നടന്ന വിപ്ലവമാണെന്ത്? ഫ്രഞ്ച് വിപ്ലവം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാപ്റ്ററിൽ പോകുമ്പോൾ നോക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കി, റഷ്യൻ വിപ്ലവം നോക്കൂ. രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ട്, രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് ഇത് നടന്നത്, റഷ്യൻ വിപ്ലവം നടന്നത്. ചൈനീസ് വിപ്ലവം ആണെങ്കിലോ വിദേശ ആധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെയും മഞ്ജു രാജവാഴ്ചയ്ക്കെതിരെയുമായി നടന്ന വിപ്ലവമാണെന്ത്? ചൈനീസ് വിപ്ലവം. അപ്പോൾ ഏത് രാജവംശം എന്നാണ്? മഞ്ജു രാജവംശം. ഒന്ന് ഓർത്തിരുന്നോണം. ഇത്ര കാര്യങ്ങൾ അതുണ്ട്. പിന്നെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയയാണ് ഇതിൻ്റെ പ്രവാചകന്മാരാണ്, സപ്പോർട്ടേഴ്സ് ആരൊക്കെയെന്ന് അല്ലേ. അപ്പോൾ നോക്കി, ആരൊക്കെയാണ് അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്? ജോർജ് വാഷിങ്ടൺ ഉണ്ട്, തോമസ് ജെഫേഴ്സൺ ഉണ്ട്, തോമസ് പെയിൻ. ഈ 3 പേരുകൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. അതേപോലെ നോക്കൂ, ഫ്രഞ്ച് വിപ്ലവമാണെങ്കിലോ വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ എന്നീ 3 ആളുകളുടെ പേര് നമ്മൾ മറക്കാൻ പാടില്ല. അതേപോലെ നോക്കൂ, റഷ്യൻ വിപ്ലവമാണെങ്കിലോ കെരൻസ്കി, ലെനിൻ, ട്രോസ്കി. ഈ 3 പേരുകൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ചൈനീസ് വിപ്ലവമാണെങ്കിലോ സന്യാട്സൺ, മാവോ സേതുങ് അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ്. അപ്പോൾ ഇത്രയും ആളുകൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കും. എക്സാമ്പിൾ എന്താണ്? താഴെ പറയുന്നവയിൽ എന്ത് ചെയ്യുക, റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അറിയണമെങ്കിൽ ജസ്റ്റ് ബേസിക് ഫാക്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിട്ട് പോകണം. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ടേബിൾ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അതായത് ആദ്യം തന്നെ എന്താണ്, ഒരു കവിത കൊടുത്തിട്ടുണ്ടല്ലേ. ഏതാണ് ഈ ഒരു ബോക്സ്? ഏതാണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഒരു വരി കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പം ഇത് കുമാരനാശാന്റെ ഏത് കൃതിയിലാണെന്നൊന്ന് ഓർത്ത് വെക്കുക. അതാണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ. ഉത്ബോധനം എന്ന കൃതിയിലാണ്, കുമാരനാശാന്റെ ഉത്ബോധനം എന്ന കൃതിയിൽ നിന്നുള്ള വരികളാണ് ഇത് ഈ കൊടുത്തിരിക്കുന്നത്, ഈ ഫലകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എവിടെയാതുള്ളത് നോക്കൂ, കുമാരനാശാൻ സ്മാരകം കായിക്കരയുണ്ട്, അവിടെയാണ് ഈ കാര്യം എഴുതി വെച്ചേക്കുന്നത്. ഇത്ര കാര്യം ഓർത്ത് വെച്ചല്ലോ. ഓക്കെ,
അടുത്ത് നോക്കി, അടുത്തൊരു ചോദ്യം നമുക്ക് പഠിക്കേണ്ടത്, എന്താണ് നവോത്ഥാനത്തിൻ്റെ ഇമ്പോർട്ടൻസ്? ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ ഘടകം നവോത്ഥാനമാണ്. സ്റ്റേറ്റ്മെൻറ്റ് വരും, ഇപ്പോൾ നോക്കിയിരുന്നുണ്ട്. അപ്പം ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ ഘടകം ഏതാണ്? നവോത്ഥാനമാണ്. മനസ്സിലായല്ലോ? അത് നീ നോക്കി, എന്താണ് നവോത്ഥാനം മനുഷ്യനെ സ്വാധീനിച്ചിട്ട് നോക്കൂ. നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവൻ്റെ ചിന്തയിൽ, അവൻ്റെ പ്രവൃത്തിയിലെ കാഴ്ചപ്പാടിലൊക്കെ എന്ത് ചെയ്തു? നവോത്ഥാനം മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ ഘടകം ഏതാണ്? നവോത്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യമൊക്കെ ആണല്ലോ, ഇതുണ്ടോ, മാനവികത, ശാസ്ത്രബോധമൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നവോത്ഥാനത്തിൻ്റെ ഫലമായി, നവോത്ഥാനം എന്താണെന്ന് പറഞ്ഞു അല്ലേ, നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന്, എൻലൈറ്റ്മെൻറ്റ് അല്ലേ, അതിന് രൂപം നൽകി അല്ലേ. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയ തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. ഈ ഒരു രണ്ട് കാര്യം ഓർത്തിരുന്നോണം. എന്താണ്? അപ്പം ജ്ഞാനോദയത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ശാസ്ത്ര പുരോഗതിയാണ് 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് വഴി നൽകി അല്ലേ. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യം നോക്കുക. എന്താ ജ്ഞാനോദയം നോക്കൂ. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികപരമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. അപ്പം യൂറോപ്പിലാണ് ജ്ഞാനോദയം അല്ലേ. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികപരവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അപ്പോൾ ഇതൊരു ഭൗതികവും സാംസ്കാരികപരമായ പ്രസ്ഥാനമാണ് അല്ലേ. യൂറോപ്പിലാണ് ശാസ്ത്ര അല്ലേ രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ്. ഈ ഒരു പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. നോക്കി, ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് വിപ്ലവവുമായിട്ടാ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന കാര്യം. ഇനി അടുത്ത് നോക്കി, ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ അല്ലേ. അപ്പോൾ ജെയിംസ് ഓട്ടിസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയാൻ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചിരിക്കണം. ആരാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യമാണ്. അതിന്റെ ഉപജ്ഞാതാവാണ് ജെയിംസ് ഓട്ടിസ്. ഓക്കെ ആണല്ലോ. അതേപോലെ ഇവിടെ അമേരിക്കയിലെ 13 കോളനികളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതാണ് നമ്മൾ കൊടുക്കാൻ ചോദിക്കുന്നത് നമുക്കറിയാലോ. അപ്പോൾ ഒന്ന് നോക്കിയിട്ടിരുന്നോളൂ. ജോർജിയ, സൗത്ത് കരോലിന അല്ലേ. അപ്പോൾ 13 കോളനികളുടെ പേരെന്ത് ചെയ്യുക, ഇന്നേ വരെ ചോദിച്ചിട്ടൊന്നുമില്ല. പെടാത്തത് ഏതാണ്, പെട്ടത് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പെടും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയേക്കുക. 13 കോളനിയുടെ പേര് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കുക. എല്ലാം ഓർക്കാൻ പറ്റിയില്ലെങ്കിലും ഓർക്കാൻ പറ്റുന്ന എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നോക്കി, നമ്മൾ കേട്ടിട്ടുണ്ട് കോളനി അല്ലേ. കോളനി എന്ന് പറയുന്നത് ഭരണപരമായും സാമ്പത്തികപരമായും സൈനികപരമായും ഒരു രാജ്യം നിയന്ത്രണം സ്ഥാപിച്ച പ്രദേശം അറിയപ്പെടുന്ന പേരാണെന്ത്? കോളനി എന്ന് പറയുക. അപ്പോൾ കോളനി എന്ന് പറയുന്നതാണ് ഭരണപരമായും സാമ്പത്തികപരമായും സൈനികപരമായും ഒരു രാജ്യം നിയന്ത്രണം സ്ഥാപിച്ച പ്രദേശം അറിയപ്പെടുന്ന പേരാണെന്ത്? കോളനി. എക്സാമ്പിൾ അറിയാലോ, ബ്രിട്ടൻ്റെ കോളനിയാണ് ഇന്ത്യ. മനസ്സിലായില്ല. അവരെ ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അധികാരം സ്ഥാപിച്ചു. ഇനി നോക്കൂ, 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഈ ഒരു കാര്യം ഓർത്തേക്കുക. 13 കോളനികൾ സ്ഥാപിച്ചു. ആ കോളനികളുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 18-ാം നൂറ്റാണ്ടാണ്. ഒന്ന് നോക്കൂട്ടോ. അപ്പം ഇന്ന് മറക്കണ്ട, 18-ാം നൂറ്റാണ്ടോടെയാണ് കോളനി സ്ഥാപിച്ചത്. അടുത്ത് നോക്കിയേ, അമേരിക്കയിലെ കുടിയേറ്റം എന്നൊരു ടോപ്പിക്കുണ്ട്. ഇതിൽ നിന്നൊരു ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യം ഇതാണ്: തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്ന ഒരു ചോദ്യം. തീർത്ഥാടക പിതാക്കൾ ആരാ? തീർത്ഥാടക പിതാക്കൾ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ അറിയപ്പെടുന്ന പേരാണെന്ത്? തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ തീർത്ഥാടക പിതാക്കൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു കൂട്ടം ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനി സ്ഥാപിച്ച്. അവരെ പറഞ്ഞ പേരാണെന്ത്? തീർത്ഥാടക പിതാക്കൾ. ഒന്ന് ഓർത്തിരുന്നോണം. ഓക്കെ.
അതേപോലെ അടുത്ത് നോക്കൂ, ഇവിടെ നമുക്കൊരു വാക്കുണ്ട് അല്ലേ, മെർക്കന്റലിസം. മെർക്കന്റലിസം എന്താണെന്ന് നോക്കൂ. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്ന പേരാണെന്ത്? മെർക്കന്റലിസം. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഇംഗ്ലണ്ടിൽ നിന്ന് ആളുകൾ എങ്ങോട്ട് കുടിയേറി? അവർ കോളനിയാക്കി, അമേരിക്കൻ്റെ 13 പ്രദേശങ്ങൾ കോളനിയാക്കി. അപ്പം പിന്നെ ചോദ്യം ഇങ്ങനെ വരും, വടക്കേ അമേരിക്കയിൽ ആകെ കോളനികളുടെ എണ്ണം എത്ര എന്ത് പറയും? 13 അല്ലേ. ഈ കോളനികളിൽ ബ്രിട്ടീഷുകാരിൽ വന്ന ആളുകൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടാണല്ലോ, അവരുടെ സഹായത്താൽ കച്ചവടക്കാർ നടപ്പിലാക്കിയ വാണിജ്യ നയമാണെന്ന് പറയാം മെർക്കന്റലിസം. അപ്പോൾ വാണിജ്യ നയമാണ് മെർക്കന്റലിസം. അപ്പം മെർക്കന്റലിസം നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നോക്കിപ്പോണം. അപ്പം നമ്മൾ ഗൈഡ് ബുക്കിലൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കാണും, ഈ ഒരു സംഭവം എന്ത് ചെയ്യില്ല, അതിലൊന്നും കാണത്തില്ല. അപ്പം നോക്കി എന്താണ് മെർക്കന്റലിസ്റ്റ് നിയമം. മെർക്കന്റലിസ്റ്റ് നിയമം എന്ന് പറഞ്ഞാൽ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതാണ് ഒന്നാമത്തെ നിയമം. അപ്പോൾ കോളനികളിൽ നിന്ന് കോളനികളിലേക്കോ, 13 കോളനി ഉണ്ട് അല്ലേ, ഒരു കോളനിയിൽ നിന്ന് മറ്റൊരു കോളനിയിലേക്കോ, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണമെങ്കിൽ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് കപ്പലിലായിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കോളനികളിൽ നിർമ്മിച്ച കപ്പലിൽ മാത്രമായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ മെർക്കന്റലിസ്റ്റ് നിയമം എന്ന് പറയുക. രണ്ടാമത്തെ നോക്കി, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, കമ്പിളി, പഞ്ചസാര, പരുത്തി, പുകയില, ഇവരെങ്ങോട്ടേക്ക് ഉണ്ടാവാൻ പാടുള്ളൂ, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ എന്താ നോക്കി, കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. ഇതാണ് മൂന്നാമത്തെ നിയമം. അതേപോലെ നാലാമത്തെ നിയമം നോക്കി, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ആരൊരുക്കണം, കോളനിക്കാരൊരുക്കണം. ഇതാണ് നാലാമത്തെ നിയമം. അടുത്തത് നോക്കി, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവ ഇറക്കുമതി ചുങ്കം നൽകണം. ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, മെർക്കന്റലിസ്റ്റ് നിയമങ്ങളെന്ന് പറയുക. അപ്പം നമ്മളോട് ചോദിക്കും, താഴെ പറയുന്നവയിൽ പെട്ടതേത്, പെടാത്തത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം ചോദിക്കും. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും. അതേതാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് അല്ലേ. എന്താണെന്ന് നോക്കി, ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 6 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നു. അപ്പം ഇതിൽ നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എവിടെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്, ഏത് രാജ്യവുമായി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വർഷം എന്നാണ്, 1773 ഡിസംബർ 16 എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ നോക്കൂ, അതിലുണ്ടാകുന്ന തേയില എന്ത് ചെയ്തു, കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എത്ര ബോക്സ് ഉണ്ടായിരുന്നു? 342 പെട്ടി തേയിലയാണ് ഉണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നമ്പർ കൊടുത്തുകൊണ്ടൊന്ന് ഓർത്തിരുന്നോണം. നമ്മൾ ഒരു കാരണവശാലും ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യരുത്, പെട്ടുപോകരുത്. അപ്പം 342 പെട്ടി എന്ത് ചെയ്തു, കടലിലേക്ക് എടുത്തെറിഞ്ഞു. ഈ ഇൻസിഡൻറ്റിന് പറഞ്ഞ പേരാണത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുക. ഓക്കെ ആണല്ലോ, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അതേപോലെ PSC ചോദിച്ച 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ? ഈ 2 അതായത് 2 കോഡ്സ് ഉണ്ട്. ഇത് ആരെയാണെന്നാണ് കൊടുത്തേക്കുന്നത്, കഴിഞ്ഞ LP UPക്കൊക്കെ ചോദിച്ചാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ ആരാണ്? ജോൺ ലോക്കാണ് അല്ലേ. നോക്കി, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക, ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞതാരാണ്? തോമസ് പെയിൻ. അപ്പോൾ ഈ 2 ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, മറക്കാതെ പഠിച്ചോണം. അപ്പം ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ്. അതേപോലെ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ലെന്ന് പറഞ്ഞതാരാണ്? ജോൺ ലോക്കാണ്. അപ്പോൾ ഈ 2 പേരുകൾ എന്ത് ചെയ്യരുത്, മനസ്സിലാക്കണം, മറക്കരുത്.
അതേപോലെ ജോൺ ആദംസ് അല്ലേ, ജോൺ ആദംസ് പറഞ്ഞ ഒരു ഫേമസ് ആയ ഒരു കോട്ട്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു, ഇത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആദംസ് ആണ്. എന്താണ്? യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു, ഇത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞതാരാണ്? ജോൺ ആദംസ് ആണ്. ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കണം. ഇനി നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു എന്നൊക്കെ പറയും. അപ്പം ജസ്റ്റ് നോക്കൂ, മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കുവാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളിൽ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനം അല്ലെങ്കിൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത് ഓർത്താണ്. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനം നടന്ന വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. വർഷം എന്നാണ് 1774 ഒന്നാം കോണ്ടിനെൻ്റൽ നടന്ന വർഷം 1774 അല്ലേ. അതിൽ എവിടെയാണ് സമ്മേളിച്ചത്? ഫിലാഡൽഫിയയിലാണ് സമ്മേളിച്ചത്. ആരാണ് അത് വിട്ടുനിന്നത്? ജോർജിയ വിട്ടുനിന്നു. ഇത്ര കാര്യങ്ങൾ ഓർത്തല്ലോ. അപ്പോൾ ഒന്നാം കോണ്ടിനൽ സമ്മേളനം നടന്ന വർഷം 1774 ഫിലാഡൽഫിയ എന്ന് മാത്രം ഗൈഡ് ബുക്കിൽ കാണും. അത് വിട്ടുനിന്നൊന്നും ഉണ്ടാവില്ല. വിട്ടുനിന്നെന്താണ്? ആരെയാണ് വിട്ടുനിന്നത്? അതിൽ ജോർജിയ എന്ന ആ പ്രദേശം അല്ലേ, സംസ്ഥാനം എന്ത് ചെയ്തു? വിട്ടുനിന്നു. ആ കോളനി വിട്ടുനിന്നു. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഈ ഒന്നാം കോണ്ടിനൽ സമ്മേളനം പറയുന്നത് എന്താ? ഒന്നുകൂടി നോക്കിയേ. വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുത് എന്ന് ആവശ്യപ്പെട്ട് കോളനി ജനത ബ്രിട്ടനിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് എന്ത് ചെയ്തു? അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെൻ്റ്. ഇനി സംശയം വരുമോ? ഇല്ല. വർഷം 1774 ജോർജിയ ഒഴികെയുള്ള കോളനികൾ എന്ത് ചെയ്തു? ഇതിൽ പങ്കെടുത്തു അല്ലേ. എവിടെയാണ് നടന്നത്? ഫിലാഡൽഫിയയിലാണ്. വർഷം 1774. എന്തിനാണ് നടന്നത്? എന്താണ് അവരുടെ ആവശ്യം? എന്താണ്? വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യണം? നീക്കണം. അതേപോലെ തങ്ങളുടെ അതായത് കോളനികളുടെ അംഗീകാരമില്ലാതെ എന്ത് ചെയ്യരുത്? നികുതി ചുമത്തരുത് എന്ന് രാജാവിന് എന്നിവരെന്ത് ചെയ്തു? അവർ നിവേദനം നൽകി. നിവേദനം രാജാവ് എന്ത് ചെയ്തു? അത് പരിഗണിച്ചില്ല. മാത്രമല്ല എന്താണ്? ഇത് ഇവരുടെ ഈ പ്രശ്നം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സൈന്യത്തെയും അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. രണ്ടാമത്തെ നോക്കി നമുക്ക് നോക്കേണ്ട കാര്യം 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് വാഷിംഗ്ടണിനെ കോണ്ടിനൽ സൈന്യത്തിൻ്റെ തലവനാക്കി. അവിടെ 2-3 പോയിന്റുകളുണ്ട്. ഏതൊക്കെയാണ് പോയിന്റുകൾ? രണ്ടാം കോണ്ടിനെൻ്റൽ സമ്മേളനം നടന്ന വർഷം എന്നാണ് 1775. നടന്നവിടെയാണ്. അതും ഫിലാഡൽഫിയയിൽ തന്നെയാണ് അല്ലേ. അവിടെ ആരാണ് അതിൻ്റെ തലവനായി മാറിയത്? ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. അപ്പം 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 75 ഫിലാഡൽഫിയയിലാണ്. തലവനാരാണ്? ജോർജ് വാഷിംഗ്ടൺ ആണെന്ന കാര്യം എന്ത് ചെയ്യണം? ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അതേപോലെ ഈ അടുത്ത ലൈനിലൊരു പോയിന്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു കോഡ്സ് അല്ല, ഈ ഒരു ബുക്കിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യണം? മറക്കാതെ ഓർക്കണം. കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയത് ആരാണ്? തോമസ് പെയിൻ ആണ്. എന്താ അതിൽ പറയുന്ന പ്രധാന കാര്യം? ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് അദ്ദേഹം അതിലൂടെ പ്രഖ്യാപിച്ചു, ഉദ്ഘോഷിച്ചു അല്ലേ. ഇതാണ് ആ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഈ ബുക്ക് കാര്യം എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഏതാണ്? കോമൺ സെൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കോമൺ സെൻസ് എഴുതിയത് ആരാണ്? തോമസ് പെയിൻ ആണ് എഴുതിയതെന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നോക്കിയേ, 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അല്ലേ. ഇവിടെ 2 പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര മതി. അപ്പോൾ നോക്കി ഇമ്പോർട്ടൻ്റ് കാര്യം എന്തൊക്കെ നോക്കൂ. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിൻ്റാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? എന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ തീയതി? എന്നാണത്? 1776 ജൂലൈ 4. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരാണ്? തയ്യാറാക്കിയ ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും അതേപോലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു 2 കാര്യം. 1776 അമേരിക്കൻ ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ആ വർഷം ഓർക്കുക. ആരൊക്കെയാണ് തയ്യാറാക്കിയെന്ന് ഓർക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കി ഇവിടെ 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാ? ജോൺ ലോക്ക്,
തോമസ് പെയിൻ. ഈ രണ്ട് പേരുമായി ബന്ധപ്പെട്ട് രണ്ട് കോഴ്സുകൾ നമുക്ക് PSC ചോദിച്ചതാണ്, പ്രീവിയസ് ഇയർ ആണ്, ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നോക്കി, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞാരാണ്? അത് ജോൺ ലോക്കാണ്. മനുഷ്യന് അങ്ങനെ പറഞ്ഞാരാണ്? ജോൺ ലോക്കാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞവരാണ് ജോൺ ലോക്കാണ്. അതേപോലെ നോക്കി, അടുത്ത പേരാരാ? തോമസ് പെയിൻ. അദ്ദേഹം പറഞ്ഞെങ്ങനെയാ? ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞവരാണ്? തോമസ് പെയിനാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിന്, അല്ലേ? ഇംഗ്ലണ്ടിന് ഈ വൻകരയെ എന്ന് പറഞ്ഞാൽ ഏതാ? വടക്കേ അമേരിക്കയെ ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അങ്ങനെ പറഞ്ഞതാരാണ്? അത് തോമസ് പെയിനാണ്. ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. അടുത്ത് നോക്കൂ, ലാസ്റ്റ് ഭാഗമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നോക്കി. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി എന്ന് പറഞ്ഞു, അല്ലേ? സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കയും കോളനികളും തമ്മിൽ യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. മനസ്സിലായല്ലോ? തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി പുതിയ ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്ര കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ജസ്റ്റ് നോക്കാം, 3-4 പോയിന്റുകൾ നോക്കിയേ. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ച വർഷം ഏതാണ്? അവസാനിച്ച വർഷം 1781 ഏതാണ് വർഷം? ഏതാണ്? 1781 യുദ്ധം അവസാനിച്ച വർഷം. അടുത്ത് നോക്കിയേ, യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടിയാണ്. അതേതാ വർഷം? ഏതാ? 1783. മനസ്സിലായല്ലോ? എത്ര കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയത്? 13 കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകി. അതിനുശേഷം നോക്കൂ, അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുക. അതേപോലെ നോക്കൂ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായത് ജോർജ് വാഷിങ്ടൺ ആണ്. ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി എവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. അപ്പം വീഡിയോ ഇഷ്ടമാകാൻ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഹായ് ഓൾ ഓഫ് യു. നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് ഫ്രഞ്ച് വിപ്ലവം. അതുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യം എപ്പോഴും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതായത്, ഞാനാണ് രാഷ്ട്രം, അല്ലെങ്കിൽ രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാലാണ് ലൂയി 14. അതിനുശേഷം ഇതും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തി ആരാണ്? അത് ലൂയി 15. അതേപോലെ നോക്കൂ, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നുകൂടെ എന്ന് ചോദിച്ചാരാണ്? മേരി അന്റോണിയറ്റ്. അതേപോലെ അവരുടെ കൊട്ടാരത്തിന് പറഞ്ഞ പേരാണിത് വേഴ്സായി കൊട്ടാരം. അപ്പം ഫസ്റ്റ് പേജിൽ തന്നെ എന്താണ്? ഇത്രയും കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒന്ന് നോക്കിയിരിക്കണേ. ഓക്കെ, അപ്പം നോക്കിക്കോണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കുറച്ച് കാര്യങ്ങൾ. ഫ്രഞ്ചിലെ എന്താണ് അവിടുത്തെ വിപ്ലവത്തിന് കാരണം? സ്വേച്ഛാധിപത്യ ഭരണമാണ്, ഫ്യൂഡൽ വ്യവസ്ഥയാണെന്നൊക്കെ പറഞ്ഞല്ലോ. എവിടെ ഒരു കോട്ട് കൊടുത്തിട്ട് നോക്കി. ഫ്രാൻസിൽ 10ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെ ആൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത്. ഒരു കോട്ട്സ് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കോട്ട്സിൽ നമുക്ക് എന്താ മനസ്സിലായത്? ഫ്രാൻസിലെ ഭൂരിഭാഗം ആൾക്കാരും കഷ്ടപ്പാടിലാണ് ജീവിച്ചിരുന്നത്, പട്ടിണിയും പരിവട്ടമാണ് ജീവിച്ചിരുന്നത്. എന്ത് ചെയ്യുക? വളരെ കുറച്ച്, അല്ലേ? ഒരാളെന്ന് വെച്ചാൽ എണ്ണം ഒന്നല്ല, വളരെ കുറച്ച് ആളുകൾ, ശതമാനത്തിൽ വളരെ കുറച്ച് ആളുകൾ എന്താണ് അവർ അറുമാന്തിച്ച് ദൂർത്തടിച്ച് എന്ത് ചെയ്യുക? ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ജീവിച്ചിരുന്നതാണ് അത് മനസ്സിലായത്. അവിടെ ഒരു കാര്യം കൂടെ കൊടുത്ത് നോക്കി. ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്, ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. അപ്പോൾ അവിടുത്തെ വിപ്ലവത്തിൻ്റെ കാരണം ഈ ഒരു 3 പോയിന്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്താണ് എന്തൊക്കെ മനസ്സിലായത്? അവിടുത്തെ രാജാവിൻ്റെ ദുർഭരണം, കുറച്ച് ഭാഗം ആൾക്കാരുടെ അടിപൊളി ജീവിതം, ഇതാണ് അവിടുത്തെ വിപ്ലവ കാരണമെന്ന് മനസ്സിലാക്കി. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയേ, നമ്മൾ ഫ്രഞ്ച് ജനത, അല്ലെ, ഫ്രഞ്ച് വിപ്ലവത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം, ഫ്രഞ്ച് ജനതയെ നമ്മൾ എന്ത് ചെയ്യണം? 3 ആയിട്ട് തരംതിരിച്ചിരുന്നു. അത് ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തെ എസ്റ്റേറ്റ്,
രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്, അങ്ങനെ ഫ്രണ്ട് ജനതയെ എത്രയായിട്ട് തരംതിരിച്ചിരുന്നു? 3 തരംതിരിച്ചു എന്ന കാര്യം ഓർക്കുക. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പെട്ടതാരാണ്, പെടാത്ത ആരാന്നൊക്കെ നോക്കി. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് പുരോഹിതരാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പുരോഹിതരാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതർ. രണ്ടാമത്തെ എസ്റ്റേറ്റ് ആരാണ്? പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റ് ആരാണ്? കച്ചവടക്കാർ, എഴുത്തുകാർ, ഇങ്ങനെ എന്ത് ചെയ്യുക, കോമൺ പീപ്പിളാണ് എന്ത് ചെയ്യുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള. ഈ ഒരു കാര്യം ഓർത്തിരിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്, അങ്ങനെ 3 എന്ത് ചെയ്തു? ജനങ്ങളെ തിരിച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഒന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ അടിപൊളി പ്രിവിലേജ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. അവർ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. ഇവരുടെ ജീവിതം എന്താണ്? അടിപൊളിയാണ് അല്ലേ. അതേപോലെ നോക്കൂ, ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്നും തിഥെ എന്ന പേരുള്ള നികുതി പിരിച്ചു. അപ്പോൾ തിഥെ എന്ന നികുതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുക. അടിപൊളി ലൈഫാണ് അവരുടെ അല്ലേ. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അവരുടെ കാര്യങ്ങൾ. സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒന്നാമത്തെ എസ്റ്റേറ്റുകാരും രണ്ടാമത്തെ എസ്റ്റേറ്റുകാരും അടിപൊളി ലൈഫാണ് നയിച്ചത് എന്ന് മനസ്സിലായി. ഇത്ര മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം നോക്കി. ഭരണത്തിൽ ഒരവകാശവുമില്ല. തൈലെ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദവി. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. അപ്പോൾ എന്താണ്? ഒരു പദവിയുമില്ല. അവർ നികുതി അടച്ചടച്ച് മടുത്തു. ഭയങ്കര കഷ്ടപ്പെട്ട ജീവിതമാണ് ആരുടെ? മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ. ഇപ്പം തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണം? ഒന്നാമത് ഫ്രഞ്ച് രാജാക്കന്മാരുടെ ധൂർത്ത് അടിപൊളി ജീവിതം ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണമാണ് ഈ മുകളിൽ പറഞ്ഞ ഇവരുടെ 1ഉം 2ഉം എസ്റ്റേറ്റിൻ്റെ അല്ലേ, 1ഉം 2ഉം എസ്റ്റേറ്റിൻ്റെ അടിപൊളി ജീവിതമാണ് ഈ പ്രശ്നം കാരണം. മനസ്സിലായല്ലോ. ആവശ്യമില്ല നികുതി മൊത്തം എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ ഈ 2 സ്ലൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയേക്കുക. ഓക്കെ. ആശയങ്ങൾ പ്രചോദനമാകുന്ന ടോപ്പിക്കുണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടല്ലേ, ഇവരെ ഈ വിപ്ലവത്തിലേക്ക് നയിച്ചു വിട്ട കുറച്ച് നേതാക്കന്മാർ, ചിന്തകന്മാരുണ്ട്. നോക്കി, ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ ചിന്തകന്മാരും പ്രധാന പങ്ക് വഹിച്ചു. അങ്ങനത്തെ 2-3 ചിന്തകന്മാരുടെ പേര് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്. ആരാണ്? ഒന്ന് വോൾട്ടയർ, 2 റൂസോ, 3 ആരാണ്? മോണ്ടസ്ക്യൂ. വോൾട്ടയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ഇതാണ് വോൾട്ടയർ ചെയ്തത്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചാരാണ്? വോൾട്ടയറാണ്. രണ്ടാമത് നോക്കി റൂസോ എന്താ പറഞ്ഞു നോക്കി. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ് എന്ന പ്രസ്താവനയിലുള്ള ജനങ്ങളെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. അപ്പം മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത് അല്ലേ, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്നൊക്കെ എന്ത് ചെയ്യുക? ആരുടെ കോട്ട്സാണ്? റൂസോയുടെ വാക്കുകളാണ്. അതേപോലെ നോക്കിയേ, ജനങ്ങളോട് പരമാധികാരത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചു. ജനങ്ങളാണ് പരമാധികാരം അല്ലെ, അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക? ജനങ്ങളെ ബോധവാന്മാരാക്കി അല്ലേ. അപ്പം ജനങ്ങളാണ് ഒരു രാജ്യത്തെ പരമാധികാരികളെന്ന് ബോധവാന്മാരാക്കിയത് ആരാണ്? റൂസോയാണ്. മോണ്ടസ്ക്യൂ നോക്കിയേ, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും കുറിച്ച് പ്രോത്സാഹിപ്പിച്ചു. അതേപോലെ നോക്കിയേ, ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്നും വാദിച്ചു. അപ്പം ഇവിടെ നിലവിൽ രാജാവാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലേ. നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണവും നീതിന്യായവും എല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? രാജാവ് തന്നെയാണ് അല്ലേ. അപ്പം ചക്രവർത്തിമാരാണ്. അപ്പം അത് മാറ്റി എന്ത് ചെയ്യണം? ഇത് 3 അടുത്തായിരിക്കണം എന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കിയാരാണ്? മോണ്ടസ്ക്യൂ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കണം 3 പേരുടെ. ഓക്കെ. ഇനി തൊട്ട് താഴെ 3ആം എസ്റ്റേറ്റ് മുന്നേറുന്നു എന്നതിനിവിടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഫ്രാൻസിലെ രാജാക്കന്മാർ ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ അല്ലേ, ബോർബൻ അല്ലെങ്കിൽ ബൂർബൻ എന്നൊക്കെ പറയും രാജാക്കന്മാർ എന്താണ്? ആ രാജവംശം ബൂർബൻ രാജാക്കന്മാരാണെന്ന് ഓർത്തിരിക്കുക ഫ്രാൻസിൽ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. അതുപോലെ നോക്കിയേ, ഇനി നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടെ എങ്കിൽ പോലും ജസ്റ്റ് നോക്കിയേ, ജനങ്ങളുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയെ വിളിച്ചു ചേർത്തു എന്ന് വെച്ചാൽ, അതായത് അവിടെ നികുതി ചുമത്തുന്ന ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ എന്താണ്? രാജാവ് വിളിച്ചു ചേർക്കും. 1ഉം 2ഉം 3ഉം എസ്റ്റേറ്റിന് വിളിച്ചു ചേർക്കും. ഒരു എസ്റ്റേറ്റിന് ഒരോട്ടാണുള്ളത്, ഒരു എസ്റ്റേറ്റിന് ഒരോട്ട്. അപ്പോൾ രാജാവ് പറയും ഒരു പുതിയ നികുതി എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 1ഉം 2ഉം എസ്റ്റേറ്റ് എന്ത് ചെയ്യും? അവരതിനെ സപ്പോർട്ട് ചെയ്യും.
മൂന്നാമത്തെ എസ്റ്റേറ്റ് ഒരു വോട്ടേ ഉള്ളൂ, അവരെന്ത് ചെയ്യും, പരാജയപ്പെടും. അങ്ങനെയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ ഇത്തവണ എന്ത് ചെയ്തു, ജനങ്ങൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞു ജനങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിൽ വോട്ട് ചെയ്യണം എന്ന ആ ആവശ്യം അവരെന്ത് ചെയ്തു, മുമ്പോട്ട് വെച്ചു. ഇങ്ങനെയാണ് വിപ്ലവത്തിന് തുടക്കം വരുന്നത്. ഓക്കെ ആണല്ലോ? എന്ന രീതിയിലാവണം എന്ന രീതിയിൽ എന്ത് ചെയ്തു, അവരെ വാദിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. ഇവർ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. കാര്യം ഓർത്ത് നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫ്രഞ്ച് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഉണ്ടാകാൻ കാരണം എന്താ? ആ ഓരോ അംഗത്തിനും ഒരു വോട്ട് വേണമെന്ന ആവശ്യം വെച്ചപ്പോൾ അവരെന്ത് ചെയ്തു, മറ്റൊരു നിരാകരിച്ചു, ഇവരെന്ത് ചെയ്തു, ഇറങ്ങിപ്പോന്നു. അല്ലേ? ഇറങ്ങിപ്പോട്ട് എന്ത് ചെയ്തു, അടുത്തൊരു ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്തു, ഇപ്പോൾ എന്ത് ചെയ്യുക, സമ്മേളിച്ചു. എന്നിട്ട് എന്താ അവർ പറഞ്ഞത്? ഫ്രാൻസിനായി ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രം, അല്ലേ, ഫ്രാൻസിനായി ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ പിരിയുകയുള്ളെന്നവർ പ്രതിജ്ഞ ചെയ്തു. ഈ ഇൻസിഡന്റ് പറഞ്ഞ പേരാണത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഓക്കെ ആണല്ലോ? ഇനി PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരെണ്ണം. 1789 ജൂലൈ 14. എന്താ പ്രത്യേകത? അതായത് അവർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റീൽ ജയിൽ തകർത്തു. അപ്പോൾ ബാസ്റ്റീൽ ജയിൽ തകർത്ത വർഷം ഏതാണ്? 1789. ഇത് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നു. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഓർത്തിരിക്കണം. അതേപോലെ നോക്കിയേ, ഈ ഒരു ഡേറ്റും കൂടി നോക്കൂ. പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിൽ പ്രകടനം നടത്തിയെന്നാണ് 1789 ഒക്ടോബർ 2-നാണ്. അതേപോലെ 1792 സെപ്റ്റംബർ 9 പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി അംഗീകരിച്ചു. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഇവിടെ ഒരു ടോപ്പിക് ഉണ്ട്. എന്താണ്? ഭീകരവാഴ്ച അല്ലെങ്കിൽ റീജിയൻ ഓഫ് ടെറർ എന്ന് പറയും. അതായത് 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിൻ സ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അടുത്ത് നോക്കിയേ, ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കൂരണം ഭരിച്ചു. അപ്പം ഗില്ലറ്റിൻ എന്ന അത് ഓർക്കണം, ഗില്ലറ്റിൻ. അതേപോലെ നോക്കിയേ, ലൂയി 16 ഭാര്യ മേരി ആന്റോണിയറ്റും ഗില്ലറ്റിന് ഇരയായിൽപ്പെട്ടു. അല്ലേ? അവരും മരിച്ചു. അവസാനം നോക്കി, അവസാനം റോബിൻ സ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണവാഴ്ച അറിയപ്പെടുന്ന പേരാണത് ഭീകരവാഴ്ച എന്നറിയപ്പെടും. അപ്പോൾ ഭീകരവാഴ്ച റീജിയൻ ഓഫ് ടെറർ എന്ന് പറയുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ 1773 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം, അല്ലേ, ഒരു ഭരണകാലം അറിയപ്പെടുന്ന പേരാണത് റീജിയൻ ഓഫ് ടെറർ എന്നറിയപ്പെടും. അല്ലേ? അപ്പോൾ റോബിൻ സ്പിയറുടെ നേതൃത്വത്തിലാണ് ശത്രുക്കളെന്ന് തോന്നി എല്ലാവരെയും എന്ത് ചെയ്തു, അവർ ഗില്ലറ്റിൻ എന്ന ആ മെഷീൻ ആ ഉപകരണം ഉപയോഗിച്ച് എന്ത് ചെയ്തു, വധിച്ചു. പ്രഭുക്കന്മാരെയൊക്കെ വധിച്ചു. അതിലെന്താണ് ആ സെറ്റപ്പിൽ ആരും മരിക്കും, അല്ലേ, എന്താ പറയുക, മരണപ്പെട്ടു. ഭരണാധികാരിയായിരുന്ന ലൂയി 16 ഭാര്യ ആന്റോണിയറ്റും എന്ത് ചെയ്തു, മരണപ്പെട്ടു. ഈ ഇൻസിഡന്റ് പറഞ്ഞ പേരാണത് റീജിയൻ ഓഫ് ടെറർ. ഈ കാലയളവിന് പറഞ്ഞ പേരാണ്. അപ്പോൾ കാലയളവ് ഓർക്കുക, 1793 മുതൽ 1794 ജൂലൈ വരെയാണ്. അപ്പോൾ ഒരു വർഷം. ഓക്കെ. അടുത്ത് നമുക്ക് നോക്കേണ്ട സംഭവം നോക്കി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ കോഡ്സാണ്, PSC ചോദിച്ചിട്ടുള്ളതാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് ആരാണ് അങ്ങനെ പറഞ്ഞത്? അതായത് ഡ്യൂക്ക് മെറ്റർനിച്ച് ആണ് പറഞ്ഞത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞ ആരാണ്? ഡ്യൂക്ക് മെറ്റർനിച്ച്. അതേപോലെ PSC ചോദിച്ചുള്ള ചോദ്യം നോക്കി. നമുക്ക് ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു, അല്ലേ? ഫ്രഞ്ച് വിപ്ലവം നമ്മൾ പഠിച്ചു. ഫ്രാൻസ് വിപ്ലവം നടന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് നോക്കിയ ഒരു ചോദ്യം PSC നമുക്ക് ചോദിക്കുന്നതാണ്. ടിപ്പു എന്നു പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമാകുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പം മൈസൂറിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചതിൽ, അതായത് 2 ക്വസ്റ്റ്യൻ ഇതിന് പ്രീവിയസ് വന്നിട്ടുണ്ട്. ഒന്ന് എന്താണ്? ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ടിപ്പു സുൽത്താനാണ്. അതേപോലെ എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ടിപ്പു സുൽത്താനാണ്. അപ്പോൾ ഈ 2 ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? ഒന്ന് എന്താണ്? അദ്ദേഹം
സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. എവിടെയാണ്? ശ്രീരംഗപട്ടണത്ത്. രണ്ടാമത്തെ എന്താണ്? ജാക്കോബിൻ ക്ലബ്ബിൽ അംഗമാകുകയും ചെയ്തു. ഈ രണ്ട് കാര്യം നമ്മൾ PSC ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തിരുന്നതാണ്. അടുത്ത് നോക്കിയേ, അടുത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവം എന്ന ടോപ്പിക്. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും എന്ന് വെച്ചാൽ 1799 നെപ്പോളിയൻ എന്ത് ചെയ്തു? ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ അദ്ദേഹം ആരാണ്? ഒരു ഏകാധിപതിയാണ്. എങ്കിലും കുറേ നല്ല നല്ല കാര്യങ്ങൾ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഫ്രാൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. ഇതിനെ പറഞ്ഞ പേരാണ് നെപ്പോളിയനിക് കോഡ് എന്ന് പറയും. നെപ്പോളിയനിക് കോഡ്, നെപ്പോളിയനിക് സംഹിത എന്നൊക്കെ പറയും. അതിലെന്തൊക്കെയാണെന്ന് നോക്കി, അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. കർഷകരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി, പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് സ്ഥാപിച്ചു, അതേപോലെ ഒരുപാട് റോഡുകൾ സ്ഥാപിച്ചു, പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചാരാണ്? നെപ്പോളിയനാണ്. അപ്പം നിലവിലുള്ള നിയമങ്ങൾ എന്ത് ചെയ്തു? ക്രോഡീകരിച്ചു. ഇതൊക്കെ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓർത്തിരുന്നോണേ. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റ് ഉണ്ട്, നോക്കിയേ. അങ്ങനെ നെപ്പോളിയൻ നല്ല രീതിയിൽ ഫ്രാൻസിനെ കൊണ്ടുവന്ന് ഇപ്പം എന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിനാകമാനം വ്യാപിക്കുമോ എന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിപ്പിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് ചെയ്തു? 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാണ്? ആ യുദ്ധത്തിൻ്റെ പേരാണ് വാട്ടർലൂ. ഏതാണ്? വാട്ടർലൂ യുദ്ധം. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമാണ്. വർഷം ഏതാണ്? 1815 ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്.